2024 പുതുവർഷഫലമാണ്. തിരുവോണം നക്ഷത്രക്കാരെ പറ്റിയാണ്. വ്യാഴം എന്ന ഗ്രഹത്തെ കൊണ്ടും ശനി എന്ന ഗ്രഹത്തെ കൊണ്ടും ഗോചരമായി ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലങ്ങളും കൂടി ചേർത്താണ് ഞാനിവിടെ ഈ 2024 പുതുവർഷ ഫലം പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും ഗുണത്തിനാണ് അവർക്ക് പ്രാധാന്യം കൂടുതൽ. സാമ്പത്തിക നേട്ടം കാര്യമായി കിട്ടില്ല എങ്കിലും കർമ്മ രംഗത്ത് ഗുണം കിട്ടും. ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ചില നേട്ടങ്ങൾ കിട്ടാനിടയില്ല എങ്കിലും ഇവർക്ക് കർമ്മരംഗത്ത് ഗുണം കിട്ടും. കുടുംബ സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. കുടുംബ സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളെ സംബന്ധിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. 2024 മെയ് 1 വരെ വേഴം 4-ലും അത് കഴിഞ്ഞാൽ വേഴം 5-ലും വരുന്ന കാലമാണ്. രണ്ടും ഗുണം തരുന്ന സമയമാണ്. എന്നാൽ ശനി 2-ൽ വരുന്ന സമയമാണ്. അത് ഗുണം തരില്ല. തിരുവോണക്കാരെ സംബന്ധിച്ച് 7.5 ശനിയുടെ സമയവും കൂടിയാണ്. അതും കൂടി കണക്കിലെടുത്ത് വേണം പറയാൻ. ശനി കുംഭക്കൂറിലും കുംഭൻ രാശിയിലും നിൽക്കുകയാണ്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് 2-ലാണ് ശനി വരുന്നത്. അപ്പോൾ 2 ധനസ്ഥാനമാണ്. ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഗുണം ചെയ്യില്ല. സാമ്പത്തികമായി ദോഷങ്ങളുണ്ടാകും. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥാനം കൂടിയാണ്. അവിടെയും വാക്കിൻ്റെ സ്ഥാനമാണ് 2, വിദ്യയുടെ സ്ഥാനമാണ് 2. അങ്ങനെ അവിടെ എല്ലാം ശനി നിൽക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും. എന്നാൽ ഗോചരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ കൂടി ചിന്തിച്ച് കഴിയുമ്പോൾ 2024 തിരുവോണ നക്ഷത്രക്കാരെ പുതുവർഷ ഫലം പറയുമ്പോൾ മറ്റു കാര്യങ്ങളും കൂടി ചിന്തിക്കണം. 2 കുടുംബസ്ഥാനവും ധനസ്ഥാനവും കൂടിയാണ്. കുടുംബ സ്വസ്ഥതയില്ലായ്മയും ധനപ്രശ്നങ്ങളും അതായത് സാമ്പത്തിക പ്രശ്നങ്ങളും 2 നിൽക്കുന്ന ശനിയെ കൊണ്ട് ചിന്തിക്കേണ്ടി വരും. ഉന്നതരായ വ്യക്തികളിൽ നിന്നും എന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉന്നതരായ വ്യക്തികൾ നിങ്ങളെ സഹായിച്ചെന്ന് വരാം. തൊഴിൽ രംഗത്ത് ഗുണമുണ്ടാകും. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകാം. സർക്കാർ ജോലി താൽക്കാലികമായി കിട്ടാനും ഇടവരും. ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടും. ശത്രുക്കളെ നേരിടും. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവരെ അത് കൈകാര്യം ചെയ്യും. അവരെ നേരിടും. ഭൂമി കാര്യങ്ങളിൽ താമസം വരും. ഇവർ ഭൂമി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ താമസം വരാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്തൃ തർക്കങ്ങൾ തീരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ തീരും. അനാവശ്യ ചെലവുകൾ വന്നു ചേരും. ഇവരെ സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൈവാധീനം ഉണ്ടാവും. ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. വിവാഹ പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള അവസരം 2024 വരും. പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. ഇപ്പം പ്രേമിക്കുന്നവരുടെ കാര്യങ്ങൾ അത് വിവാഹത്തിൽ കലാശിക്കും. സന്താനങ്ങൾക്ക് അസുഖമുണ്ടാകാനിടയുണ്ട്. യാത്രകൾ ചെയ്യാനും ഇടവരും. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൂടാതെ യാത്രകൾ ഒക്കെ ചെയ്യേണ്ടതായിട്ടും വരും. 2024 തിരുവോണം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്.